എന്താ പ്രവീണയെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എൻ്റെ നല്ല കൃത്യനിഷ്ഠയുള്ള ഒരു മോനാണ്. രാവിലെ വെളുപ്പിനെ 11:30 മണിയാകുമ്പോൾ എഴുന്നേക്കും. വെളുപ്പിനെ 11:30 കൃത്യമായിട്ട് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് പിന്നെ അതിനുള്ളിൽ വിളിക്കുന്നുണ്ട് ദോശ ഇടുന്ന പോലെ എടുത്ത് അങ്ങോട്ടൊന്ന് മറിച്ചിടണം, പിന്നെ തിരിച്ച് ഇങ്ങോട്ടൊന്ന് ഇടണം. ഇട്ടിട്ടൊരു 12 മണിയാകും എഴുന്നേക്കുമ്പോൾ. അപ്പോൾ എന്തായാലും മൃണാളിന് പോകുന്നതിന് മുമ്പ് ഒരു ഗിഫ്റ്റ് പുള്ളി ഒരുപാട് ആഗ്രഹിച്ച് ഒരു ഗിഫ്റ്റ് തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ? പിന്നെ പോവല്ലേ പ്രവീൺ? അതെ തിരിച്ചു പോകുന്നതിന്റെ വിഷമം ഉണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ഒരു വിഷമവും ഇല്ല. ഇവിടെ നിൽക്കുന്നതിലുള്ള വിഷമേ ഉള്ളൂ. സൈക്കോളജിയിലേക്ക് എല്ലാവർക്കും അങ്ങനെ നമ്മുടെ പ്രവീണളിയൻ തിരിച്ചു പോവുകയാണ് അല്ലേ? വിഷമമുണ്ടോ കിംബോയ്? പിന്നെ വിഷമമുണ്ട്. കരഞ്ഞല്ല, ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോ അവനായിരുന്നു എന്നെ വിളിക്കാൻ വരുന്നത്. വിളിക്കാൻ വരാത്ത വിഷമമുണ്ട്. നീ ഒറ്റയ്ക്ക് പറഞ്ഞോളൂ വിഷമം. നന്ദുളിയാ? വിഷമമുണ്ട്. നമ്മുടെ പ്രവീണിലെ മറ്റേ ചില സിനിമക്കകത്തിലോട്ട് തന്നെ ഒറ്റയ്ക്കവിടെ മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രവീണലിൽ നീണ്ട അവധി അല്ലേ? നീണ്ട അവധി എന്ന് പറഞ്ഞാൽ 1 year ആയോ? 9 മാസത്തോളം. 9 മാസം. പുള്ളി വന്നത് 2 മാസമായി കേട്ടോ. പക്ഷെ നിന്നത് 9 മാസം. ഇപ്പോഴും പോയിട്ട് ഒരു 6 മാസത്തെ കോൺട്രാക്റ്റേ ഉള്ളൂ. ഒരു 6 മാസത്തെ ഇടവേള കഴിഞ്ഞിട്ട് അടുത്ത 9 മാസത്തേക്ക് വരുമല്ലേ? അടുത്ത 9 മാസത്തേക്ക് ഇനി വരാം. പോകാതിരിക്കാൻ പറ്റുമോ? പോകാൻ മനസ്സൊന്നും ഇല്ല, എന്നാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും പ്രായമൊക്കെ കൂടി വരുവാണ്. കല്യാണം എല്ലാം അടുത്ത വർഷം കെട്ടണം. അപ്പൊ അതിന് വേണ്ടി കാത്തിരിക്കുന്നു പലരും അല്ലേ? വെയിറ്റിംഗിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത്, കാരണം പ്രവീണളിയൻ നാളെ പോവാന്ന് ഇപ്പോഴാണ് അറിഞ്ഞ കേട്ടോ. ഇന്ന് കുറച്ച് നേരമായിട്ടുള്ളൂ. പെട്ടെന്നായിരുന്നു നാളെ പോവാന്ന് പറഞ്ഞത്. കുറച്ച് ദിവസം കൊണ്ട് പോവാന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും കൺഫേം ആയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന് വിളിച്ച് പറഞ്ഞു നാളെ പ്രവീണളിയൻ പോകുന്നു. അതുകൊണ്ട് എല്ലാ അളിയന്മാരും ഇവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ 4 പേരും പിന്നെ നിധി അളിയന് ഒക്കെ ഉള്ളൂ. ഇവിടെ കേടി അളിയൻ സ്ഥലത്തില്ല, കൊല്ലത്ത് പോയേക്കാണ്. നമ്മുടെ രാജശളിയൻ ട്രിവാൻഡ്രത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർക്ക് കാണാൻ പറ്റത്തില്ല. കേടി അളിയനും നമ്മുടെ പ്രവീണളിയിൽ നമ്മളുള്ള ആ ഒരു ബോണ്ട് അത് തന്നെ പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു അടി ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചലഞ്ചൊക്കെ നടത്തി പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മഴയായിട്ട് കൂടി ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവീണളി നമുക്ക് എന്തായാലും ആദ്യം തന്നെ പ്രവീണളിൻ്റെ വീട്ടുകാരെ കണ്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം നിങ്ങൾ എന്തായാലും പോയിട്ട് പ്രവീണളിൻ്റെ കുടുംബത്തെ കണ്ടിട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രവീണളിങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് വന്നതാണ്. എന്താണ്? അല്ല, ഉറക്കമൊന്നും അല്ലായിരുന്നു, ഇവിടെ പണിയായിരുന്നു. അല്ലേ അമ്മ? ഇതാണല്ലേ അമ്മ? ഇതാണ് അമ്മ. അല്ല, അമ്മയുടെ പേര് പറഞ്ഞു. അമ്മ വിജയമ്മ, ചെറിയ മിൽക്ക് സൊസൈറ്റി സെക്രട്ടറിയാണ്. ഇപ്പോൾ നന്ദുവിന്റെ അമ്മയുടെ ക്ലാസ്മേറ്റ് ആണ്. പ്രത്യേകം പറയണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം അതിനകത്ത് പഴയ കമന്റിനകത്തൊക്കെ ഉണ്ടായിരുന്നില്ല, നന്ദുവിന്റെ അമ്മയെ കണ്ടിട്ട് ചേച്ചിയെ പോലെ തോന്നി, സന്തൂർ മമ്മി എന്നൊക്കെ. അപ്പൊ അമ്മ അതുകൂട്ടൊക്കെ കമന്റ് വരണമെന്നുള്ള ഇത് മുൻകൂട്ടി കണ്ടു പറഞ്ഞത്. അത് പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് പ്രവീണെ പറ്റി? നമ്മുടെ വീഡിയോ ആദ്യമൊക്കെ പോകുമ്പോ ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. ഇച്ചിരി ആദ്യമൊക്കെ ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. വീഡിയോസ് കാണാറുണ്ടോ? എല്ലാ വീഡിയോസും കാണാറുണ്ട്. ബന്ധുക്കളൊക്കെ എന്തൊക്കെയാ പറഞ്ഞു? കണ്ടിട്ട് വരുന്നത് നല്ല അഭിപ്രായം പറയുന്നുണ്ട് പ്രവീണെ പറ്റി? ബന്ധുക്കളൊക്കെ ഫാൻസാണ്. ബന്ധുക്കൾ എല്ലാവരും ഫാൻസായി. അപ്പൊ അമ്മ നമ്മുടെ പ്രവീണളിയൻ എന്താ വീട്ടില് പണി ജോലിയൊക്കെ ചെയ്യുമോ? അതോ എങ്ങനെ ഫുൾ ടൈം ഉറക്കമാണോ? ഇതിന് വരുന്നതിന് മുമ്പേ നന്നായിട്ട് വീട്ടിൽ പണിയൊക്കെ ചെയ്യുമായിരുന്നു. മുറിയൊക്കെ തൂത്തുവാരുമായിരുന്നു, തുടയ്ക്കുമായിരുന്നു, എല്ലാം മുറ്റത്തൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമായിരുന്നു. ഗാർഡനിങ് ഒക്കെ നടത്തുമായിരുന്നു. ഇപ്പം യാതൊരു പണിയും ചെയ്തില്ല. ഇപ്പം ഫാൻ ഉണ്ടെന്നും പറഞ്ഞ്
ഫാനുണ്ടെന്ന് പറഞ്ഞ ഉറക്കമല്ലേ? അപ്പൊ ഒരു പണിയും ചെയ്യത്തില്ല. എന്തോ ഫാനാണ് തെളിച്ച് നല്ല ഫാന് റൂമിൽ ഇപ്പൊ ഒരു നല്ലൊരു ഫാൻ കൂടെ വെച്ചിട്ടുണ്ട്. അത് കാരണം നല്ല സുഖം. എപ്പോഴും ഉറങ്ങുന്ന അമ്മയ്ക്ക് അങ്ങനെ ശല്യം ഒന്നുമില്ലല്ലേ? അങ്ങനെ അല്ലല്ലോ അവനെ കൊണ്ടൊരു ശല്യവും ഇല്ല. ഇപ്പൊ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെ. ഉറക്കം നിരീക്ഷിക്കാൻ പറ്റത്തില്ലല്ലേ? അമ്മയ്ക്ക് വിഷമമുണ്ടോ ഞാൻ പോകുന്നേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല, ഇവിടെ ഇരുന്നോളാം. നമുക്കൊരു വിഷമവും ഇല്ല പോകുന്നതിന്. നമ്മുടെ പ്രവീണാളിന്റെ വീട്ടിൽ കുറച്ച് നാടൻ പശുക്കളുണ്ട്, നമുക്ക് നോക്കാം അല്ലേ? ഈ പോച്ചയൊക്കെ പോച്ചയൊക്കെ അച്ഛൻ പോയി പറിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ പറിച്ചോണ്ട് വന്ന അച്ഛൻ പറിച്ചോണ്ട് വന്ന. ഞാനും ഇടയ്ക്ക് ആ പോച്ചയൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ ഇപ്പം കുറച്ച് ഭയങ്കര ജോലി. അവിടുന്ന് പോച്ച എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നല്ലേ? ഇതൊക്കെയാണല്ലേ പശുക്കള്? പേരുണ്ടോ? ഇത് മണിക്കുട്ടിയാ? ഇത് ശങ്കരി. ശങ്കരി. ഇത് മണിക്കുട്ടി. മണിക്കുട്ടി. ഇത് നന്ദി. നന്ദി. ഒരുമാരോ? ഈ വാ, ഇത് മതി. ഇതൊക്കെ ഉള്ളു. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രവീണാളിന്റെ അച്ഛനും വന്നിട്ടുണ്ടല്ലേ? അതെ. അച്ഛനെ പരിചയപ്പെടാം. യെസ്, ഇതാണ് നമ്മുടെ പ്രവീണാളിന്റെ അച്ഛൻ. അച്ഛൻ്റെ പേരെന്താ? അത് പറഞ്ഞോടി, പരിചയപ്പെടുത്തിയോ അച്ഛനെ? എൻ്റെ പേര് ബാഹുലയൻ പിള്ള. പ്രവീണിൻ്റെ അച്ഛനാണ്. എക്സ് സർവീസ്മാനാണ്. ആർമിയായിരുന്നു. എന്താ പ്രവീണെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എൻ്റെ നല്ല കൃത്യനിഷ്ഠയുള്ള ഒരു മോനാണ്. രാവിലെ വെളുപ്പിനെ 11:30 മണിയാകുമ്പോൾ എഴുന്നേക്കും. വെളുപ്പിനെ 11:30 കൃത്യമായിട്ട് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് പിന്നെ അതിനുള്ളിൽ വിളിക്കുന്നുണ്ട്. ദോശ ഇടുന്ന പോലെ എടുത്ത് അങ്ങോട്ടൊന്ന് മറിച്ചിടണം, പിന്നെ തിരിച്ച് ഇങ്ങോട്ടൊന്ന് ഇടണം. ഇട്ടിട്ടൊരു 12 മണിയാകും എഴുന്നേൽക്കുമ്പോൾ. പിന്നെ അപ്പോഴത്തേനെ പിന്നെ മൊബൈലിൽ 2 കുത്തിയേച്ച് വരുമ്പോൾ ഉച്ചക്കത്തെ ആഹാരം റെഡി. അത്രയേ ഉള്ളൂ. സിസ്റ്റമാറ്റിക്. പിന്നെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അതെ, പട്ടാളച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അത് കാരണം ഒരു ഇത് കണ്ടില്ലേ, പട്ടാളച്ചിട്ടായിരുന്നു. ഇതൊന്നും വെക്കാനൊക്കത്തില്ല. വീഡിയോസ് ഒക്കെ കാണാറില്ലേ? വീട് കാണാറുണ്ട്. ഇപ്പം നല്ല അടിപൊളിയാണ്. വീഡിയോ ഒക്കെ സൂപ്പറാണ്. നല്ല അഭിനയമാണ്. എല്ലാവരും നല്ല ടീം വർക്ക് അടിപൊളി, വളരെ നല്ലതാണ്. യോജിപ്പ് നല്ല പറയാതിരിക്കാനൊക്കത്തില്ല. വളരെ നല്ല യോജിപ്പാണ് എല്ലാം. കാരണം ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഇവൻ കൃത്യത കാണിക്കുന്നത്. ശ്രീജിത്തിന്റെ ഫോൺ വരുവാണെങ്കിൽ ആ സമയത്ത് അവൻ എഴുന്നേക്കും, പിന്നെ അറിയത്തില്ല എത്ര നേരം കൊണ്ടാ പെട്ടെന്ന് റെഡിയായി. ശ്രീജിത്ത് വിളിക്കുന്ന ഉടനെ സുരേഷ് ഗോപി പറയുന്ന അല്ലാതെ വേറെ എവിടെ എന്തോയിന് വാ വിളിച്ചാലും സമയത്ത് അവൻ വരാറില്ല. ഇറങ്ങാൻ ഇച്ചിരി നേരത്തെ പറയണോ? അന്നേരം എഴുന്നേക്കും. ശ്രീജിത്തിന്റെ ഫോൺ വന്ന മെസ്സേജ് കണ്ട അന്നേരം റെഡി ആയിട്ട് പോകാൻ റെഡിയാ. ശ്രീജിത്ത് വിളിക്കേണ്ട പോലെ നമ്മളോട് പോകുന്നതിന്റെ വിഷമം ഉണ്ടെങ്കിൽ ഞാനിവിടെ വേണ്ട, എനിക്ക് ഒരു വിഷമവും ഇല്ല. ഇവിടെ നിൽക്കുന്നതിലുള്ള വിഷമേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ പറയാറുണ്ടോ? അത് നല്ല പറയാം. എവിടെ ചെന്നാലും ഇപ്പൊ ഈയിടെ ഞങ്ങള് പുളിമൂട്ടിൽ തുണിയെടുക്കാൻ പോയി. 4 നിലയിലെ ആൾക്കാർ പെട്ടെന്ന് കണ്ട സൈക്കോളിയന്റെ ആള് വന്നിട്ടുണ്ടെന്ന് ഓടി വന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാരും പറഞ്ഞത് നന്ദുച്ചേട്ടനെ തിരക്കെന്ന് പറയണത്. ശരി. അപ്പോഴേ എനിക്ക് ഇതിന്റെ പിടി കിട്ടിയത്. നിങ്ങൾ ഇത്രയും പിന്നെ അറിയത്തില്ലായിരുന്നു. ഇത്രയും നിങ്ങൾ ഫേമസ്. എല്ലാവരും വീട്ടിൽ അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞു വരുന്നേ ഉള്ളൂ അതേ പറ്റി കൂടുതൽ കാര്യങ്ങൾ. പുറത്തൊക്കെ ചെല്ലുമ്പോൾ അറിയുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രവീണളിന്റെ കുടുംബത്തെ കണ്ടല്ലോ അല്ലേ? ഇത്രയ്ക്ക് സ്നേഹമുള്ള മകനാണല്ലേ? വീട്ടിലെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എത്ര സ്നേഹത്തോടെ അവര് എല്ലാ കാര്യങ്ങളും ഒറിജിനാലിറ്റി അതായത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ശരിയല്ലേ? ഒത്തിരി പണിയെടുക്കുന്നതാണ്. അപ്പൊ അതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത് എനിക്ക് പ്രവീണളിയെ അതായത് നിങ്ങൾ മനസ്സിലാക്കി, അതായത് നിങ്ങൾ പുള്ളി ഈ ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു. നമ്മൾ ആ സ്ലിപ്പ് ആൻഡ് സ്ലൈഡ് നിരവധി വീഴ്ചകളിലൂടെ പുള്ളി നിങ്ങൾ കണ്ടതല്ലേ? അതെ, ഇനിയിപ്പോ ഉടായ്പൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ. ആ ഒരു പോരായ്മ ഉണ്ട് എപ്പോഴും. 6 മാസങ്ങള് എങ്ങനെയല്ലോ ഒക്കെ. പക്ഷെ 6 മാസം എനിക്ക് ഇവിടെ ഇരിക്കപ്രതി കിട്ടത്തില്ലെന്നേ. മനസ്സിവിടല്ലേ പണി, ഫുൾ ടൈം പണിയല്ലേ ഇവിടെ. അങ്ങനെ പറയാനില്ല. സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാ? 6 മാസക്കാലം ഇല്ലല്ലോ. സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? എല്ലാവരോടും വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്തതിന്. ഇപ്പോൾ ഒരു 6 മാസത്തെ ഒരു ഇടവേളയ്ക്ക്
പോവുകയാണ്, ജോലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും തുടർന്നും ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ സപ്പോർട്ടുകളൊക്കെ ഇനിയും അങ്ങോട്ടും ഉണ്ടാവണമെന്ന് എല്ലാവരോടും പറയുന്നു. അതായത് മറക്കല്ലെന്ന് പുള്ളിയെ കേട്ട കാര്യം, അതാണ് പുള്ളി ഉദ്ദേശിച്ചത് മെയിനായിട്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. അതാണ് പുള്ളിയുടെ ബർത്ത്ഡേ എന്തായാലും ഇപ്പോഴേ. എന്നാ ബർത്ത്ഡേ? August 4. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കപ്പൽ വല്ല മീനെ മത്തിയെ വല്ല മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുക, അതേ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും മൃഗങ്ങളിലും പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഗിഫ്റ്റ് പുള്ളി ഒരുപാട് ആഗ്രഹിച്ച് ഒരു ഗിഫ്റ്റ് തന്നെ നമുക്ക് കൊടുക്കണം എന്തായാലും, അല്ലേ? പിന്നെ അത്യാവശ്യം അല്ലേ? ഓക്കെ, പതുക്കെ എടുത്താൽ വിലപിടിപ്പുള്ളതാണ്. പതിയെ തുറക്കണം, മൃഗങ്ങളെ സൂക്ഷിച്ച്, കാരണം കോസ്റ്റ്ലിയാണ് സംഭവം. ഗോൾഡൻ സാൻഡ് അപ്സലുണ്ട്. അപ്സിലോ ഏറ്റവും ഇഷ്ടമുള്ള തുറന്ന് കാണാൻ. അതിൽ വേറെ എക്സ്പെൻസ് ആടാ, ഞാൻ പറഞ്ഞില്ലേ, കൂടിയ പെർഫ്യൂം പതുക്കെ തുറക്കണേ. എത്രത്തോളം പതുക്കെ തുറക്കുന്നു അത്രത്തോളം നേരം നിനക്ക് ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ ആഗ്രഹിച്ച സാധനം തന്നെ നമ്മൾ കൊടുത്തത്. പുള്ളി നമ്മുടെ പ്രവീണയിൽ അന്ന് കാവടിക്ക് മാറിയിട്ടുണ്ട്, ജോളോ ചിപ്പ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു വലിയൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കും. അല്ലല്ല, അന്ന് പറഞ്ഞായിരുന്നു, മറക്കല്ലേ? അത് തന്നെ, എരിവൊന്നും ഇല്ലെന്ന് പറഞ്ഞത് ഇവൻ. നമുക്ക് എരിക്കുണ്ടോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്തായാലും, ഇല്ലേ? സിമെന്റിങ് കഷ്ണം എന്തോ ഇത് അതിന്റെ പവർ ഉണ്ടല്ലേ, മൂക്കിലടിച്ച് കയറുന്നുണ്ട്. എന്റെ പൊന്നെ, അവിടെ സംഭവം എടുത്തോളൂ. 3 പീസായിട്ടുണ്ട്, ഒറ്റ പീസായിട്ടോ. മൊത്തം കഴിച്ചു സിമ്പിളടാ. എരിയൊന്നും എരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണളിയൻ ചുമക്കല്ലേ പിന്നെ ചുമ നിർത്താൻ ചുമക്കല്ലേ പിന്നെ ചുമ നിർത്താൻ പറ്റില്ല. നീ വിചാരിക്കും വായിൽ എരി ഇട്ടായിരിക്കാൻ വേണ്ടി മിഴുങ്ങാന്ന്, വയറ് പണിയായിരുന്നു. എന്ത് കഴിച്ചെന്നറിയോ? ലോകത്തിലെ ഏറ്റവും എരിവുള്ള കമ്പനി അവകാശപ്പെടുന്ന സാധനം കഴിച്ചത്. എരിവില്ലെന്ന് പറഞ്ഞവനാ. എരിവില്ല ലേലില്ല. കഴിക്കുമ്പോ കളയല്ലേ, ഇത്ര എരിവൊന്നും കഴിക്കാം. ഇവിടെ വലിയ എരിവൊന്നുമില്ല. ചുമക്കരുത്, ഭയങ്കരമാണ്. 10 മിനിറ്റ് കേട്ടോ, 10 മിനിറ്റ് ആട്ടോ. പൊളിക്കണം നമുക്ക്. അപ്പൊ നമുക്ക് കിംബോയ്ക്ക് ചെറിയൊരു പീസ്, ഫുൾ പീസ് ഇല്ല കേട്ടോ, ചെറിയ ബാക്കി മൊത്തത്തിൽ. അല്ല, ഇത് മൊത്തത്തിൽ എനിക്കോ ഇത് മതി. അല്ലല്ല, മൊത്തത്തിൽ, അതായത് ബാക്കി ഇത് കുറച്ചെടുത്തോ ഞങ്ങള്, അത് ബാക്കി എടുത്തോ. ഇതോ അവനോട് അത്ര തന്നെ ഒറ്റ പീസ് എന്തൊറ്റല്ലേ കരയാണോ? ഒന്നുമില്ല, സൂപ്പർ ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ മൊത്തം ഭാഗങ്ങളൊക്കെ. ഇതിപ്പോ ഫസ്റ്റിലെ വന്നല്ലോ, എന്ത് പടി സിമ്പിളായിട്ടിരിക്കട്ടെ. അതാണ് അവനൊന്നും അറിയുന്നില്ല. ചായച്ചോടാ കണ്ണി പെടാ നോക്കുക, നീ സേഫാ. നാളെ കപ്പലിൽ പോകേണ്ടവനാ. എരിവുണ്ടോ? സത്യസന്ധമായിട്ട് പറ. കഴിച്ചല്ലയോ? അങ്ങോട്ട് പോയി പറ. കഴിച്ചല്ലയോ? അറിയത്തില്ല എരി ഉണ്ടോ ഇല്ലയോ? അല്ല, എന്നാലും നീ പിടിച്ചിരിക്കുന്നവിടെ പിടിക്കുന്നുണ്ടല്ലോ, ഒരു തുള്ളി വെള്ളം തരത്തില്ല ഞങ്ങള്. എരിവ് കാണിച്ചാലേ ഞങ്ങൾ വെള്ളം തരത്തില്ല. ഉള്ളത് പുറത്തിട്ട് സത്യസന്ധമായിട്ട് പറയാലോ. അതുപോലെ അഭിനയിക്കണം. അല്ലല്ല, വയറ്റിനകത്ത് വന്നോ എരിവ്? നാക്കിന് ഇറങ്ങാൻ തേടാ വയറ്റി വരാൻ. നാക്കിട്ട് നീക്കുക ഭയങ്കര സൂപ്പർ അടിപൊളി കേട്ടോ. വയറ്റ് വരണം, അധികം വയറ്റിലെത്താൻ പോകുന്നുള്ളല്ലേ? എല്ലാം നല്ല അഭിപ്രായം, അടിപൊളി. ഒന്നും പറയാനില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യും 6 മാസത്തേക്ക്. പിന്നെ 6 മാസത്തേക്ക് മിസ് ചെയ്യും. അത് കഴിഞ്ഞ് വെള്ളമില്ല 10 മിനിറ്റ് വെള്ളം. അത് നമ്മുടെ റൂളാണ്. പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം, ആരും കഴിക്കാൻ പാടില്ല. അതൊന്ന്
മറ്റേ മുളക് കഴിക്കാൻ അത്രയില്ല. മറ്റേ അതെന്താ അറിയാം സംഭവം അറിയോ, മറ്റേ മുളക് ഇഷ്ടം പോലെ കഴിച്ചു നമ്മള്. കാരണം അറിയില്ലേ മറ്റേ മുളക് ഇത് കരോളിന പെപ്പർ എന്ന് പറയുന്ന അതിന്റെ കരോളിന ഇതുണ്ടല്ലോ, അതിന്റെ ചെറിയൊരു അംശം എടുത്ത് കഴിച്ചു. ഒരു അംശം എടുത്ത് കൊള്ളു നീ, അതായത് 2 ഗ്രാമോ 3 ഗ്രാമോ ഉള്ളൂ. ഇത് കറക്റ്റ് നമ്മളൊരു 5 മുളക് വായിട്ട് ചവച്ചേന്റെ അരി. വയറിലോട്ട് പോട്ടെ. പക്ഷെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദോഷം കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് വയറ്റിലോട്ട് പോകും. വയറ്റിൽ പോയിക്കാൻ സീനാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ താഴോട്ടിറങ്ങും, പിന്നെ എല്ലായിടത്തും മൂട്ടി വരെ തീയായിരിക്കും. പിന്നെ മാറിയില്ലേ മാറും നമ്മളെ ഷേക്കൊക്കെ ഉണ്ടോ, ഷേക്ക് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, എന്തെങ്കിലും കഴിച്ചോ. വെയിറ്റ് മാറിയതല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും കഴിക്കാതിരിക്കും നല്ലത്. തീർന്നു കഴിഞ്ഞാൽ പിന്നെ സാധനമില്ല. ഇത് തുടങ്ങി വെച്ചാണല്ലോ എന്നെ പൊന്നു മോനെ, ഒന്നും കഴിക്കാതിരിക്കുക നല്ലത്. ഞാന് പിന്നെ ബൈ ബോൺ ഇച്ചിരി ഇത് കൂടുതലായതുകൊണ്ട് എനിക്ക് അത്ര വിഷയമില്ല. എന്താ കൂടുതലായുണ്ട് തരുവോ? അല്ല എന്തോ ഒരു സാധനം പറയല്ലോ, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കും, അപ്പൊ പറയാം ഇത് കൊണ്ടോ ഉരുണ്ടോ വയറ്റിൽ കയറിയോ, വയറ്റിലെത്തി. എനിക്ക് കണ്ടോ ഈ മൂട്ടിൽ അവിടെ സൈഡിലൊക്കെ കയറിപ്പോ കേട്ടോ, അടിപൊളിയായിട്ട് ഇപ്പൊ കയറും. നീ നാശത്തിലേക്ക് പോകുന്നത് കാര്യം ഞാൻ പറയാം. കഴിക്കല്ലത് കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ ഇപ്പൊ കാണണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങോട്ട് മാറിയെന്ന് നിന്നെ തെറ്റും ധരിപ്പിച്ച് ഇച്ചിരി നേരം അത് മൈൻഡ് ചെയ്തിരിക്കും. ഇത് കഴിയുമ്പോ പിന്നെ വരും. എങ്ങനെയാണ് ഇപ്പൊ പിന്നെ ഇരിക്കുന്നു. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു നീ നാശത്തിലേക്കാ പോകുന്നത്. വെള്ളം കറപ്പിട്ട് നാശത്തിലേക്ക് ഉൾക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു തൈരുണ്ട്, ഷേക്ക് ഉണ്ട്, നാടൻ ഷേക്കൊക്കെ ഉണ്ട് കുടിക്കും. മുട്ടായി കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, വെള്ളം കഴിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത മിൽക്ക് ഷേക്ക് കഴിക്കുന്നു. മിൽക്ക് ഷേക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് ഇതൊന്നും കുടിക്കല്ലേ, മര്യാദ ഇരുന്നാൽ ഞങ്ങൾ തൈര് പൊടിച്ചു കുടിക്കുക. തൈരും പാലോ ഉള്ളത്. ഏതായാലും ശത്രുക്കൾക്കും എല്ലാം കൊടുക്കണം, അല്ല നമ്മൾ കൂട്ടുകാർക്ക് ഇത് ചെയ്യാൻ പാടില്ല. ശത്രുക്കൾ എടാ ഇവൻ പോവാണ്. നീ 6 മാസം എന്തോന്ന് പറഞ്ഞ, നീ ആരെ മിസ് ചെയ്യുന്ന, നീ ഇതൊക്കെ കേൾക്കണം. പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ നിൻ കനവിൻ കൂടെ വാഴും ദേവസംഗീതമാണു ഞാൻ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ, മനസ്സിൻ മടി